കൊച്ചി കപ്പൽശാലയിൽ ഔദ്യോഗിക രഹസ്യം ചോർത്തിയ സംഭവത്തിൽ അറസ്റ്റിലായ മലപ്പുറം സ്വദേശി ശ്രീനിഷ് പൂക്കോടിനായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. എറണാകുളം സൗത്ത് പോലീസാണ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക. കേസ് നാളെ കോടതി പരിഗണിക്കും. കേസിൽ നിർണായകമാകുന്ന സൈബർ സെല്ലിന്റെ റിപ്പോർട്ട് ഉടൻ ലഭിച്ചേക്കും. ശ്രീനേഷ് പകർത്തിയ ദൃശ്യങ്ങൾ ഏഞ്ചൽ പായൽ എന്ന സമൂഹമാധ്യമ അക്കൌണ്ടിനാണ് കൈമാറിയത്. ഒരു സ്ത്രീയാണ് ഈ സമൂഹമാധ്യമ അക്കൌണ്ട് കൈകാര്യം ചെയ്യുന്നതെന്നാണ് വിവരം. ശ്രീനേഷിൽ നിന്നും ചിത്രങ്ങൾ വാങ്ങിയവരുടെ വിദേശ ബന്ധങ്ങളും ലക്ഷ്യങ്ങളും ദുരൂഹമായി തുടരുമ്പോഴാണ് സംഭവത്തിൽ മിലിറ്ററി ഇന്റലിജൻസും നേവി ഇന്റലിജൻസും അടക്കം അന്വേഷണം നടത്തുന്നത്. അതിസുരക്ഷാ മേഖലയിൽ നിന്നും നിർമ്മാണത്തിലിരുന്ന നാവിക കപ്പലിന്റെ ചിത്രങ്ങൾ കരാർ ജീവനക്കാരൻ നിരന്തരം പകർത്തിയതാണ് ദുരൂഹതകൾ വർദ്ധിക്കാൻ കാരണമായത്. ഏതെല്ലാം ചിത്രങ്ങളാണ് പകർത്തിയത് എന്നതും എടുത്ത ചിത്രങ്ങൾ മറ്റ് കേന്ദ്രങ്ങൾക്ക് കൈമാറിയോ എന്നതുമാണ്. മറ്റ് രഹസ്യ വിവരങ്ങൾ ഏതെങ്കിലും ചോർന്നിട്ടുണ്ടോ എന്നും കണ്ടെത്തേണ്ടതുണ്ട്. ഫോൺ സൈബർ സെല്ലിന്റെ പരിശോധനയിലാണ്. ഫോണിന്റെ മിറർ ഇമേജ് വിവരങ്ങൾ ലഭിക്കുന്നത് കേസിൽ നിർണായകമാകും. ഏഞ്ചൽ പായലുമായി പ്രതി നിരന്തരം ചാറ്റുകൾ നടത്തിയിട്ടുണ്ട്. ഇതും തിരിച്ചെടുക്കേണ്ടതുണ്ട്. കപ്പൽശാലയ്ക്കുള്ളിലെ 10 ചിത്രങ്ങൾ പകർത്തിയതാണ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്. മാർച്ച് മുതൽ ഡിസംബർ 10 വരെയാണ് ദൃശ്യങ്ങൾ പകർത്തിയിട്ടുള്ളത്. ശ്രീനേഷിന്റെ പശ്ചാത്തലവും ഒപ്പം തന്നെ പോലീസും മറ്റ് അന്വേഷണ ഏജൻസികളും പരിശോധിക്കുന്നുണ്ട്.